എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. ഇന്ന് അവന്റെ കട്ട പുക. ശ്രീ വസീഫ് ശ്രീ മാത്യു കൊള്ളാനെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയപ്പോഴും ഞാൻ മിണ്ടാതിരുന്നത് ഈ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളുടെ മൊത്തത്തിലുള്ള ഒരു ഏർപ്പാട് ഇതാണ്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. കാരണം എന്താ, ഇവരെ എന്തെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പദം ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധി അതിൽ കയറി പിടിക്കും. അങ്ങനെ ആ ചർച്ച അങ്ങ് അലമ്പാക്കി കളയും. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇന്നും അതേ സ്ട്രാറ്റജിയുമായിട്ടാണ് AKG സെന്ററിൽ നിന്ന് പ്രതിനിധികളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അസുഖം കളഞ്ഞല്ലോ ശ്രീ മാത്യു കൊള്ളാനെ പൊതുശല്യം എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പൊതുമാലിന്യമെന്നോ ഇല്ലെങ്കിൽ മറ്റെന്ത് വേണമെങ്കിലും വിളിക്കാം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പക്ഷെ ഞാൻ അതൊന്നും വിളിക്കാറില്ല. കാരണം എന്താ, നമുക്ക് മാലിന്യത്തോട് പോലും ഒരു ആദരവ് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും വിളിക്കാനും സാധിക്കില്ല. വ്യക്തിഹത്യ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഇരുവശത്തും പാടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ഞാനത് വിളിക്കുന്നില്ല. ഞാൻ ആ പരാമർശം എന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ മറുപടി പറയട്ടെ. അതൊന്നും അറിയാത്തവരാ നിങ്ങൾ. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറത്തേയില്ല. ഞാൻ രണ്ടാമത് പറയട്ടെ. ഞാൻ ശ്രീ വസീഫ് അതൊന്നും അറിയാത്തവരാ നിങ്ങൾ. ഈ ചർച്ചയിൽ ഞാൻ മമ്മൂട്ടി മോഹൻലാലിനെ പറഞ്ഞപ്പോ നിങ്ങൾ എടുത്ത പദം എന്താ? എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇത് എന്നാ പറ്റിയേ? വലിയ മാന്യന്മാരാവല്ലേ കേട്ടോ നിങ്ങൾ യൂത്ത് കോൺഗ്രസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾ സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ വിളിച്ച പദം എന്താ? നിങ്ങളുടെ നേതാക്കന്മാർ ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ എന്തെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇതിന് മരുന്നില്ല. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നതിന്റെ ഉദാഹരണം ഇപ്പൊ തന്നെ ഞാൻ ശ്രീ വസീഫ് ഞാൻ താങ്കൾ പറഞ്ഞതിന് മറുപടി പറയട്ടെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച്. എന്ത് അലമ്പാക്കാനാ ഈ ചർച്ചയിൽ? എന്ത് അലമ്പാവാനാ? ഒന്നാമത്തെ ഈ ചർച്ചയിൽ നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഏകപക്ഷീയമായ അലമ്പൊന്നും ഉണ്ടാകില്ല. ഞാൻ പറയട്ടെ ശ്രീ വസീഫ്, ഞാൻ പറയട്ടെ. അതായത് താങ്കൾ ആദ്യം ചോദിച്ച കാര്യം ഒന്ന്, ഈ രേഖ എവിടെ? മാത്യു കൊള്ളാടിന് ഉന്നയിച്ച കാര്യത്തിന്റെ രേഖ എവിടെ? പ്രിയപ്പെട്ട വസീഫ, ഈ രേഖ എന്ന് പറഞ്ഞാൽ മാത്യു കൊള്ളാടിന് ഒരു ദിവസം മാനത്ത് നിന്ന് പറിച്ചുകൊണ്ട് വന്ന രേഖയല്ല. സഖാവ് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസിന്റെ ഒരു വലിയ സ്പോൺസർ കൂടിയായ CMRL കമ്പനി എന്ന് പറഞ്ഞാൽ ശ്രീ കരിമണൽ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഉൾപ്പെട്ടുള്ള ആ കമ്പനി. ആ കമ്പനി IT സെറ്റിൽമെന്റ് ബോർഡുമായി ഉണ്ടാക്കിയ സെറ്റിൽമെന്റിന് പ്രകാരം ഉണ്ടായ ഒരു ഡിസിഷൻ, അതാണ് ഇതിന്റെ ബേസിക് രേഖ. ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? അതാണ് 1.72 കോടി രൂപ ഒരു സർവീസും റെൻഡർ ചെയ്യാതെ ശ്രീമതി വീണ വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കൈപ്പറ്റി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ രേഖ അതാണ്. അപ്പൊ അതിൽ ഒരു സർവീസും റെൻഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 1.72 കോടി രൂപയ്ക്ക് ഒരു സർവീസ് റെൻഡർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സർവീസ് ആണെങ്കിൽ ടാക്സ് എങ്കിലും അടച്ചിട്ടുണ്ടാവും. ആ IGST പോലും റെൻഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. അത് പോട്ടെ. ഇനി നിങ്ങൾ അത് അടച്ചു എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, മാസാമാസം വീണ വിജയനോ എക്സലോജിക് സൊല്യൂഷൻസോ അടച്ച IGST അല്ല. അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കും. 42 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപ CMRL നിന്ന് മേടിച്ച പണത്തിനടിച്ച IGST അല്ല, മറിച്ച് 1.72 കോടി രൂപ ഒരു സർവീസും റെൻഡർ ചെയ്യാതെ ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ CMRL നിന്ന് മേടിച്ചുവെന്ന് CMRലും IT സെറ്റിൽമെന്റ് ബോർഡും പറഞ്ഞ ആ തുകയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IGST അടച്ചതിന്റെ രേഖകൾ പുറത്തുവിടൂ. അതാണ് നമ്മുടെ ആദ്യത്തെ ആരോപണവും ആദ്യത്തെ കാര്യവും. എന്നെ സംശയിക്കരുത്. 1.72 കോടി രൂപയ്ക്ക് സർവീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് IGST അടച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നികുതി വെട്ടിപ്പുണ്ട്. അപ്പോൾ IGST അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ പുറത്തുവിടണം. പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അതിനു പകരം മാത്യു കൊള്ളാടിനെ വെല്ലുവിളിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച മാത്യു കൊള്ളാടിനെ നിങ്ങൾ ഏതെങ്കിലും പദം വെച്ച് അപമാനിച്ചിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. മറിച്ച്
അത് അടച്ച ടാക്സിന്റെ പേപ്പർ പുറത്തുവിടുക. അപ്പൊ അത് പുറത്തുവിടാൻ വസീഫിന് എന്താ അധികാരം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ശ്രീമതി വീണ വിജയന്റെ വക്താവായിട്ടാണോ വസീഫ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. ഏതെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നത് മനസ്സിലാക്കാം. മുഖ്യമന്ത്രിയുടെ മക്കളെയും കൊച്ചുമക്കളെയും വരെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ഡിവൈഎഫ്ഐ നേതാവ് മാറിയതിൽ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ശ്രീ വസീഫിനെ അറിയാൻ വേണ്ടി പറയാം. ശ്രീ വസീഫ്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതും പറയേണ്ടതും ചോദിക്കേണ്ടതും ഇപ്പൊ മാത്രമല്ല. ശ്രീമതി വീണ വിജയൻ ഈ കമ്പനി തുടങ്ങുമ്പോ ആ കമ്പനിയുടെ അഡ്രസ്സായി കൊടുത്തിരുന്നത് AKG സെന്റർ ആണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഏത് AKG സെന്റർ? നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും ചോര കൊടുത്ത് നീര് കൊടുത്തും ഉണ്ടാക്കിയ അതേ AKG സെന്റർ. ആ AKG സെന്ററിന്റെ പേരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കി ആ സോഫ്റ്റ്വെയർ കമ്പനി വഴി കള്ളപ്പണ ഇടപാട് നടത്തി എന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരവാദിത്തത്തോടു കൂടി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? തന്റെ വയറ് അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾ എന്ത് വെല്ലുവിളിയാണ് നടത്തുന്നത്? അതവിടെ നിൽക്കട്ടെ. മൂന്ന് പ്രാവശ്യം വിവേക് വിജയന്റെ കാര്യം നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങളാരും വിവേക് വിജയന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പേരുകളും വരുമെന്ന് മുന്നിൽ കണ്ടിട്ട് അത് വളരെ അഡ്വാൻസ് ആയി അടിച്ച ആ വസീഫിന്റെ ദീർഘവീക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. കാരണം എന്താ, ഇതിന്റെ പല പേരുകളും മകളിൽ മാത്രമല്ല മറ്റു പലരിലും എത്തുന്നുണ്ട് എന്ന് CPM ഉറച്ച ബോധ്യമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട് ഇതൊന്നും ഏക്കൂല. പക്ഷെ ഇതൊക്കെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് CPM പ്രധാനമായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും എത്തിച്ചേർന്നല്ലോ എന്നുള്ളതാണ്. ഇനി നിൽക്കേണ്ട വലിയ ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.